ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഗണിതം പാഠപുസ്തകത്തിലെ മാതൃകാ ചോദ്യപേപ്പറാണ്. അതായത് ഫസ്റ്റ് ടേമിന് ഓണം എക്സാമിന് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. വരയ്ക്കാം, കണ്ടെത്താം. സ്കൂളിൽ നിന്ന് പ്രദർശനം കാണാനായി എത്തിയതാണ് മീരയും കൂട്ടുകാരും. അവിടെ കുട്ടികൾക്കായി പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചിത്രം വരക്കലായിരുന്നു ആദ്യം ഒരുക്കിയിരുന്നത്. അവർ അങ്ങോട്ടേക്കെത്തി. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. വരൂ, ചിത്രം വരയ്ക്കാം. വട്ടം, ചതുരം എന്നിവ ഉപയോഗിച്ച് ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് പാഠഭാഗത്തിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ വട്ടവും ചതുരവും ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുക. ഇനി അതിൽ തന്നെ ബി, നിങ്ങൾ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വരച്ച രൂപം നോക്കുക, അതിൽ ചതുരങ്ങൾ മാത്രം എണ്ണിയിട്ട് എഴുതുക. ചുവടെ തന്നിരിക്കുന്നവയിൽ ചതുരത്തിൽ പ്രത്യേകതകൾ അല്ലാത്തതിനെ ഇൻറ്റു അടയാളപ്പെടുത്തുക. 4 വശമുണ്ട്, ചതുരത്തിൻ്റെ പ്രത്യേകതയാണ്. 4 മൂലയുണ്ട്, ചതുരത്തിൻ്റെ പ്രത്യേകതയാണ്. എതിർവശങ്ങൾ ഒരേ അളവല്ല, അതെന്താണ്, ചതുരത്തിൻ്റെ പ്രത്യേകത അല്ല. അപ്പോൾ അവിടെയാണ് ഇൻറ്റു കൊടുക്കേണ്ടത്. എതിർവശങ്ങൾ ഒരേ അളവാണ്. നമുക്കറിയാം ചതുരങ്ങളുടെ എതിർവശങ്ങളെല്ലാം ഒരേ അളവിലായിരിക്കും. അടുത്തത് ഡി, വീണ വരച്ച ചിത്രമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? എത്ര ചതുരങ്ങളാണുള്ളത്? 1, 2 ചതുരങ്ങളാണുള്ളത്. ഇനി പ്രവർത്തനം 2A, വരൂ സമ്മാനം നേടാം. പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതിയ കടലാസ് വച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും. മീരയ്ക്ക് കിട്ടിയ സംഖ്യകൾ ഏതൊക്കെയാണ്? 3 100, 8 10, 5 1000, 4 1 അല്ലേ. 5 1000 ആണുള്ളത്. അപ്പോൾ 5000, 3 100 300, 8 10 84. രണ്ടാമത്തേതിലോ 4000, അപ്പം 4000. പിന്നെന്താണ് 3 10 30 അല്ലേ. ഇങ്ങനെയാണ് സംഖ്യകൾ എഴുതുക. അപ്പോൾ സംഖ്യകൾ എഴുതാനൊക്കെ പഠിച്ചു വെച്ച് പോവാട്ടോ. അതുപോലെ തന്നെ ഒരു സംഖ്യ തന്ന് അതിനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാൻ എഴുതാനുണ്ടാകും. ഇവിടെ 2160 കുറിച്ച് ശരിയായത് ഏതാണ്? 2000-ഉം 6 10ഉം, 2000-ഉം 60 10ഉം, 2000-ഉം 16 10ഉം, 2000-ഉം 16 100ഉം. ഏതാണ്? 2000-ഉം 16 10ഉം. ഇനി പ്രവർത്തനം 2B, സംഖ്യ ഉണ്ടാക്കാം. സാന്ദ്രയ്ക്ക് കിട്ടിയ സംഖ്യാ കാർഡ് നോക്കൂ. ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാ സ്ട്രിപ്പുകൾ ചേർന്നാൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യയാകും? 6475 ആണ് സാന്ദ്രയുടെ കയ്യിലുള്ള സംഖ്യ. അപ്പോൾ അതിൽ എത്രയാണ്? 6000 വേണം, പിന്നെ 6000 വേണം, 4 100 വേണം, 7 10 വേണം, 5 അല്ലേ. അപ്പം 6475, 6475. ഇനി തന്നിരിക്കുന്ന സംഖ്യാ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എഴുതുക. എത്രയാണ്? 9897. അബാക്കസിലെ 1000-ൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10-ൻ്റെ സ്ഥാനത്തിടുക. അപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണ്? 1000-ൻ്റെ സ്ഥാനത്ത് 4 മുത്താണുള്ളത്. അവിടെ നിന്ന് 1 എടുത്ത് 10ലേക്ക് ഇട്ടു. അപ്പോൾ എത്രയാണ്? 3010 അല്ലേ. അടുത്തത് 5083 ചുവടെ കൊടുത്തതിൽ ഏതു സംഖ്യയാണ്? ശരിയുത്തരത്തിന് ടിക്ക് അടയാളപ്പെടുത്തുക. ഏതാണ്? മൂന്നാമത്തതാണ് അല്ലേ. ആദ്യത്തത് 5803 രണ്ടാമത്തത് 5830 അടുത്തതാണ് 5083, ലാസ്റ്റത്തത് 5038. അപ്പോൾ സംഖ്യകളൊക്കെ ഇങ്ങനെ എഴുതാൻ പഠിച്ചു വെച്ച് പോവാം കേട്ടോ. പ്രവർത്തനം 3, എത്ര. മൈതാനത്തൊരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് എടുക്കാനായി കുട്ടികൾ വരിയായി നിന്നു. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13ാമത്തതാണ്. വരിയിൽ എത്ര പേരുണ്ട്? എത്ര പേരാണ്? 26 പേരാണുള്ളത് അല്ലേ. മുന്നിൽ നിന്ന് എണ്ണിയപ്പോഴും 13 ബാക്കിൽ നിന്ന് എത്തിയപ്പോഴും 13. 13 + 13 എത്രയാണ്? 26. ആദ്യം നിന്ന മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ
ആദ്യം നിന്ന മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണ്. അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും? അപ്പോൾ ആകെ പേരുള്ളത് 26 2789 കൂട്ടണം 26 എത്രയാണ്? 2812. ഇനി നിൽക്കാത്തവർക്കുള്ള ടിക്കറ്റിന് 2500 രൂപയാണ്. 500ൻ്റെ നോട്ടുകളാണ് കയ്യിൽ ഉള്ളത്. ടിക്കറ്റിൻ്റെ വില എത്ര നോട്ടുകൾ കൊടുക്കണം? 5 നോട്ടുകൾ അല്ലേ? 5 500ൻ്റെ നോട്ടുകൾ ചേർന്നതാണ് 2500. ഇനി മനുവിൻ്റെ കയ്യിലുള്ള സംഖ്യാ കാർഡുകൾ നോക്കൂ. 3468, 3648, 3368, 3863, 3864. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വെച്ചത് ഏതാണ് ഫസ്റ്റ് വെക്കുക? 4863 അല്ലേ? ഏറ്റവും വലിയ സംഖ്യ അതാണ്. ചുവടെയുള്ള ചിത്രം നോക്കൂ, പാറ്റേൺ നോക്കൂ. തുടർന്ന് വരുന്ന ചിത്രം ഏതാണോ അതിന് ടിക്ക് ചെയ്യുക അല്ലേ? ഏതാണ് അടുത്തത് വരുന്നത്? ടിക്ക് ചെയ്തിട്ടുണ്ട്. അവസാനത്തേതാണ് അല്ലേ? ഇനി പ്രവർത്തനം 4, കാറോട്ട മത്സരം. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ. മീര റൗണ്ട് 495, റൗണ്ട് 2 1805. മിത്ര 515, റൗണ്ട് 2 1685. ഓരോരുത്തർക്കും കിട്ടിയ ആകെ പോയിന്റ് എത്രയാണ്? മീരയ്ക്ക് കിട്ടിയ പോയിന്റ് 4095 കൂട്ടണം 1805 2300. മിത്രയ്ക്ക് കിട്ടിയ പോയിന്റ് 515 കൂട്ടണം 1685 2200. ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? മീരയ്ക്കാണ് അല്ലേ? 2300 ആണ് വലിയ സംഖ്യ. എത്ര കൂടുതലാണ്? 100 കൂടുതൽ അല്ലേ? 2300 മൈനസ് 2200 എത്രയാണ്? 100. ഇനി അടുത്തത് പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? ചുവടെ തന്നതിൽ നിന്നും കണ്ടെത്തി എഴുതുക. 1000, 1200, 1450, 1750. അടുത്ത എത്രയാണ്? 2150. അവിടെ വ്യത്യാസം കാണാം. 1000 കഴിഞ്ഞിട്ട് 200 കൂട്ടിയിട്ടുള്ളത്. പിന്നെ കൂട്ടിയിട്ടുള്ളത് 250 പിന്നെ കൂട്ടിയിട്ടുള്ളത് 300 അങ്ങനെ പിന്നെ 350 അല്ലേ? അപ്പോൾ എത്രയാണ്? 2150. ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ ഉപകരണങ്ങളുടെ കളി ഉപകരണങ്ങളുടെ വിലകൾ തരും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും. വില എഴുതി ആകെ കണ്ടെത്താൻ വരും. അതിൽ ബാക്കി എത്ര രൂപയുണ്ട്, ടോട്ടൽ അവർ വാങ്ങിയത് എത്രയാണ്, ഇനി സാധനങ്ങൾ വാങ്ങാൻ എത്ര രൂപ വേണം എന്നൊക്കെ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ച് പോവുക. നിങ്ങൾ പാഠഭാഗത്തൊക്കെ പഠിച്ചതായിരിക്കും. ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി നിങ്ങളൊന്ന് ചെയ്ത് ശീലിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാടുണ്ട്. അത് ഇനി ഇതിൽ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലെങ്തി വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ട് ഒരുപാട് തവണ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക കേട്ടോ എക്സാമിന്. എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ.